തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ. ബോക്സ് ഓഫീസിൽ 100 കോടി നേടിയ നിരവധി സിനിമകൾ. കോവിഡിന് മുമ്പ് ഏതൊരു സൂപ്പർ താരവും ആഗ്രഹിക്കുന്ന റണ്ണായിരുന്നു ബോക്സ് ഓഫീസിൽ അക്ഷയ് കുമാറിന് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കോവിഡിന് ശേഷം കാര്യങ്ങളാകെ മാറി മറിഞ്ഞു. തുടർ പരാജയങ്ങൾ അക്ഷയ് കുമാറിനെ പിടികൂടി. 100 കോടി ക്ലബിൽ ഇടവേളകളില്ലാതെ സ്ഥാനമുറപ്പിച്ച അക്ഷയ് കുമാറിന് പിന്നെ നേരിടേണ്ടി വന്നത് തോൽവിയുടെ ഒരു നീണ്ട നിരയായിരുന്നു. 2020 പുറത്തുവന്ന ബെൽ ബോട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു അക്ഷയ് കുമാർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണു തുടങ്ങിയത്. തിരക്കേടില്ലാത്ത അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വീഴേണ്ടി വന്നു. കോവിഡിന്റെ സെക്കൻഡ് വേവും സിനിമയെ സാരമായി ബാധിച്ചു. 150 കോടി മുടക്കിയെടുത്ത സിനിമയ്ക്ക് നേടാനായത് വെറും 50 കോടിയാണ്. എന്നാൽ തൊട്ടടുത്തെത്തിയ സൂര്യവംശി എന്ന രോഹിത് ഷെട്ടി ചിത്രം വമ്പൻ ഓപ്പണിംഗ് നേടുകയും ബോക്സ് ഓഫീസിൽ 300 കോടി കളക്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ തുടർ പരാജയങ്ങളിൽ ഒരേ ഒരു ആശ്വാസം മാത്രമായിരുന്നു അക്ഷയ് കുമാറിന് ഈ ചിത്രം. തുടർന്നെത്തിയ ബച്ചൻ പാണ്ഡെ, സാമ്രാട്ട് പൃഥ്വിരാജ്, രക്ഷാബന്ധൻ, കട്ട്പുട്ലി, രാമസേതു, സെൽഫി എന്നീ സിനിമകൾ 50 കോടി പോലും കടക്കാനാകാതെ നാണക്കേടുണ്ടാക്കിയ പരാജയങ്ങളായി. ഇതിൽ സാമ്രാട്ട് പൃഥ്വിരാജ് എന്ന സിനിമയിലെ അക്ഷയ് കുമാറിന്റെ പ്രകടനം ഏറെ വിമർശനത്തിനിടയാക്കി. മലയാള സിനിമയായ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹിന്ദി റീമേക്കായ സെൽഫി ആകട്ടെ 100 കോടി മുടക്കിയ ചിത്രം 23 കോടി മാത്രം നേടി. തുടർച്ചയായി ഇടവേളകളില്ലാതെ സിനിമകൾ ചെയ്യുന്നതും ഒരു സിനിമയ്ക്കായി സമയം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാത്തതും അക്ഷയ് കുമാറിനെ വിമർശനത്തിനിരയാക്കി. ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന മൾട്ടി സ്റ്റാർ സിനിമ കൂടി ബോക്സ് ഓഫീസിൽ ബോംബായപ്പോൾ അക്ഷയ് ഇനി തിരിച്ചു വരില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഇതിനിടയിൽ ഭേദപ്പെട്ട അഭിപ്രായം വന്ന OMG 2, സ്ത്രീ 2വിലെ ക്യാമിയോ റോൾ, കേസരി 2 എന്നിവ മാത്രമാണ് നാണക്കേടിൽ നിന്നും കുറച്ചെങ്കിലും കരകയറിയ അക്ഷയ് കുമാർ സിനിമകൾ. ഇടയ്ക്ക് വന്ന സ്കൈ ഫോഴ്സ് എന്ന സിനിമ 100 കോടി കടന്നെങ്കിലും നിർമ്മാതാക്കൾ കളക്ഷനുകൾ പെരുപ്പിച്ച് കാണിച്ചതാണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഒടുവിൽ അക്ഷയ് കുമാറിന് ആശ്വാസ വിജയമായി ഹൗസ്ഫുൾ 5 മാറിയിരിക്കുകയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു അക്ഷയ് കുമാർ സിനിമ ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്നത്. ചിത്രം ഇതുവരെ 140 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സിനിമയ്ക്ക് ഹൗസ്ഫുൾ 5A, ഹൗസ്ഫുൾ 5B എന്നീ 2 വേർഷനുകളുണ്ട്. 2 പതിപ്പിന്റെയും ക്ലൈമാക്സും വ്യത്യസ്തമാണ്. ഒരു ക്രൈം കോമഡി സ്വഭാവത്തിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ആരാണ് കൊലയാളി എന്നത് സസ്പെൻസ് ആണ്. ചിത്രത്തിന്റെ 2 വേർഷനുകളിലും വ്യത്യസ്ത ആളുകളായിരിക്കും കൊലയാളികളാകുന്നത്. അതേസമയം സിനിമയ്ക്ക് നേരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കാലഹരണപ്പെട്ട തിരക്കഥയാണെന്നും മോശം പ്രകടനങ്ങളാണ് സിനിമയിലേതെന്നും അഭിപ്രായങ്ങളുണ്ട്. ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും മോശം സിനിമയാണ് ഇതെന്നും കമന്റുകളുണ്ട്. എന്തൊക്കെയാണെങ്കിലും ചിത്രം അക്ഷയ് കുമാറിന് ആശ്വാസ വിജയമാകുമെന്നാണ് കരുതുന്നത്. ഇനി വരാനുള്ള പ്രിയദർശൻ സിനിമ ഭൂത് ബംഗ്ല, ജോളി LLB 3, വെൽക്കം ടു ദി ജംഗിൾ 3 എന്നീ സിനിമകൾ അക്ഷയ് കുമാറിന്റെ പ്രതാപം വീണ്ടെടുക്കുമെന്നാണ് ആരാധകരും സിനിമാ പ്രേമികളും കരുതുന്നത്.